ആഷിഖിനെയും യാസറിനെയും ലഹരിഭ്രാന്തന്മാരാക്കിയതിനു പിന്നിൽ ഒരേ തട്ടുകട. മൗനം പാലിച്ച പോലീസ്, പ്രതിഷേധവുമായി നാട്ടുകാർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യുവാക്കളെ ലഹരിയുടെ പടുകുഴിയിലേക്ക് എത്തിക്കുന്ന കേന്ദ്രമാണ് താമരശ്ശേരി ചുരത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകട. ഭാര്യ ഷിബിലയെ അതിക്രൂരമായി കൊല ചെയ്ത യാസറും കഴിഞ്ഞ ജനുവരി 18-ന് മാതാവായ സുബൈദയെ വെട്ടിക്കൊന്ന ആഷിഖും ഈ തട്ടുകടയിലാണ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നത്. നാട്ടുകാരുടെയും ലഹരിവിരുദ്ധ സംഘടനകളുടെയും പരാതി ഉണ്ടായിട്ടും തട്ടുകട ഇപ്പോഴും പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധം കനക്കുകയാണ്. ചുരത്തിലെ കാഴ്ചകൾ കാണാനെത്തുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയുമായിരുന്നു തട്ടുകട ലക്ഷ്യം വയ്ക്കുന്നത്. രാസലഹരി ഏറെ ലഭിക്കുന്ന അയൽ സംസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ലഹരി എത്തിക്കാനും വിൽപ്പന നടത്താനും ഒപ്പം ഉപയോഗിക്കാനും എളുപ്പം. തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ ലഹരി വാങ്ങാൻ എത്തുന്നവരാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ലഹരി വിൽപ്പനയ്ക്ക് പുറമെ യാസറും ആഷിഖും ലഹരി ഉപയോഗിക്കുക കൂടി ചെയ്തതോടെയാണ് ആക്രമണ സ്വഭാവവും ആരംഭിച്ചത്. ഈ ഭാഗത്തെ ലഹരി വിൽപ്പനയെക്കുറിച്ച് നാട്ടുകാർക്കും അറിയാമായിരുന്നു എന്നാണ് വിവരം. പ്രദേശത്തെ ലഹരി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പോരാടാൻ തീരുമാനമെടുത്തിരുന്നു. ചുരം മേഖലയിലും താമരശ്ശേരിയിലും വ്യാപകമായി ലഹരി വിരുദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ പോസ്റ്ററുകൾ പതിച്ചു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ പോസ്റ്ററുകൾ അത്രയും നശിപ്പിക്കപ്പെട്ടു. ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഫോട്ടോകൾ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ഇവരെ മർദ്ദിക്കുമെന്ന ഭീഷണിയും പതിവായിരുന്നു. അതീവ ഗൗരവ നിലയിൽ താമരശ്ശേരി മേഖലയിൽ ലഹരി മാഫിയ സംഘങ്ങൾ വളർന്നു പന്തലിച്ചിട്ടും ഇവരെ നിയന്ത്രിക്കാൻ പോലീസിനും എക്സൈസിനും സാധിച്ചില്ല എന്നതും ആക്ഷേപമുണ്ട്. പോലീസും എക്സൈസും നേരത്തെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഷിബിലയുടെയും സുബൈദയുടെയും ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ താമരശ്ശേരി മേഖലയിലെ ലഹരി വ്യാപനത്തിനെതിരെയുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നാണ് ലഹരി വിരുദ്ധ സമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം. അതേസമയം ദേശീയപാതയിൽ താമരശ്ശേരി മുതൽ ലക്കിടി വരെയുള്ള 9 കിലോമീറ്റർ ദൂരത്തിൽ 75ഓളം തട്ടുകടകൾ ദേശീയപാതയോരം കയ്യേറി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 2 വർഷം മുൻപ് ദേശീയപാത അതോറിറ്റി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മിക്ക തട്ടുകടകളും പൊളിച്ചു നീക്കിയിരുന്നു. മാസങ്ങൾക്കകം യാതൊരു അനുമതിയുമില്ലാതെ പൊളിച്ചു നീക്കിയ തട്ടുകടകളെല്ലാം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഇത്തരം ചില കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതും നാട്ടുകാരിലും ലഹരി വിരുദ്ധ സമിതിയിലും സംശയമുളവാക്കിയിരുന്നു. ഉമ്മയെയും ഭാര്യയെയും കൊല ചെയ്ത ആഷിഖും യാസറും പ്രവർത്തിച്ച കടയിലും സമാനമായ തിരക്കുണ്ടായിരുന്നു എന്നും നാട്ടുകാർ കൂട്ടിച്ചേർക്കുന്നു. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ലഹരി വിരുദ്ധ സമിതി താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധനയോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്ന് ലഹരി വിരുദ്ധ സംഘടന പറയുന്നു. ലഹരിക്ക് അടിമകളായ ഈ 2 യുവാക്കളുടെ താവളമായിരുന്നു ചുരത്തിലെ 4-ാം വളവിലുള്ള ഈ തട്ടുകട എന്ന കാര്യം പുറത്തു വന്നിട്ടും കട അടച്ചുപൂട്ടിക്കാൻ യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്.